എന്തായിരുന്നു എന്താ അല്ല എനിക്ക് ഇനി എന്തായാലും അപ്പാന് ശരത്തായിട്ട് സംസാരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇത്ര നാളല്ലായിരുന്നു? അല്ലായിരുന്നു, ഞാൻ ശരത്തായിട്ടാണ് നിന്ന് ഇത്ര നാൾ. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും എവിക്റ്റ് ആയത്? അത് ഉത്തരം പറ. തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല ഞാൻ ഒരിക്കലും എവിക്റ്റ് ആയത്. പക്ഷെ നമ്പർ ഓഫ് ആൾക്കാർ കൂടിയപ്പോൾ എന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോയി കാണാം. ഇവനാള് കുഴപ്പമില്ലല്ലേ? അതെ, ഇവൻ ആളും ഒണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. അല്ല, നമുക്ക് ഇങ്ങനെ പറയാലോ, നമ്മളെക്കാളും കുറച്ചും കൂടെ മേലെ പോയി മറ്റുള്ളവരുടെ പെർഫോമൻസ് അങ്ങനെ ആവാലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇപ്പൊ ക്യാമറകൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ക്യാമറ മുമ്പിൽ അഭിനയിച്ച് വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് നല്ലോണം അറിയാം ഒരു ക്യാമറയിൽ നിന്നിട്ട് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് എനിക്ക് വൃത്തിയായിട്ട് അറിയാം. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട്. ഞാനായിട്ട് തന്നെ നിന്നിട്ടുള്ളൂ. ഒരു പക്ഷേ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ പെർഫോമൻസ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഈ 35ാമത്തെ ദിവസത്തിൽ ഇവിടെ ഇറങ്ങില്ല. പോരില്ലായിരുന്നു. എന്താ അങ്ങനെക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്നും മൂത്തോക്കി പറയൂ. ഇല്ല. പല ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവിടെ പല ഡ്രാമാസ് അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഞാൻ ഒരാളിൽ മാത്രം ഒതുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവളുടെ അടുത്തുനിന്ന് ഞാൻ മാറിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ. ഹണിമൂനാണ് ആരെങ്കിലൊക്കെ വേണ്ടത്. ഇപ്പൊ ആരില്ലാണ്ടായപ്പോഴാണ് ആ ചാത്തൻ പാവ എടുത്തുകൊണ്ട് നടക്കുന്നത്. ശൈത്യയും മനുവും ഭയങ്കര കമ്പനി ആയിരുന്നു തുടക്കത്തില്. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ജിസേലിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ലാലേട്ടന്റെ എപ്പിസോഡ് വന്നപ്പോഴത്തേക്കും ശൈത്യ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വീക്ക് പോകും എന്ന് ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് ഞാൻ നന്നായിട്ട് പ്ലേ ചെയ്ത് ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ശൈത്യ മോശമായിട്ട് കളിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷെ ബാക്കിയുള്ളവർ കുറച്ചുകൂടെ നന്നായി കളിച്ചു എന്ന് പറയേണ്ടി വരും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.